സുഹൃത്തുക്കളെ, ഇപ്പോൾ വയസ്സായവർക്ക് വീട്ടിലൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത അവസ്ഥയാണ്. വയസ്സായ അപ്പനോ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും ഒരു സുരക്ഷിതത്വവും ഇല്ല. കാരണം പണ്ട് നമ്മൾ ഈ വയസ്സായ ആയ കാലത്ത് അധ്വാനിച്ച് മക്കളെ വളർത്തുന്നു. അവർക്ക് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും കൊടുക്കും. അങ്ങനെ കുട്ടികൾ വലുതായി നല്ല ജോലിയൊക്കെ കിട്ടുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് വയസ്സായ ഈ അപ്പനെയും അമ്മയും നോക്കാൻ പഠിച്ചിട്ട് വല്ല വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിയിൽ ഒറ്റപ്പെടുത്തി ജീവിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ സമൂഹത്തിൽ ധാരാളം നടക്കുന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ ക്രൂരതയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല. ഇപ്പോൾ കൊച്ചുമക്കൾക്ക് ചെയ്യുന്നത് എന്താണ്? പൈസയ്ക്ക് ഇതാണ്. ഇപ്പോൾ ഐഫോണിനും ബൈക്കിനൊക്കെ വേണ്ടിയിട്ട് കൂട്ടുകാരും ചേർന്ന് ഒരു 13 വയസ്സുള്ള കുട്ടി സ്വന്തം അപ്പൂപ്പനെ തന്നെ അങ്ങ് തട്ടി. ഇത്തരം മനസ്സ് എങ്ങനെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ. നമുക്കൊന്നും ഇനി അങ്ങോട്ട് സുരക്ഷിതത്വം വളരെ കുറവായി തന്നെ നമ്മൾ കരുതണം. എപ്പോഴും നമ്മളൊരു സംരക്ഷിത വലയം നാം തന്നെ സൃഷ്ടിക്കണം. അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. അങ്ങനെയാണ്. കാരണം ഇതിനെല്ലാം കാരണം പണമാണ്. ഈ പൈസ ഉണ്ടായിരുന്നിട്ടല്ലേ നമ്മൾ ഈ മക്കളും കൊച്ചുമക്കളൊക്കെ പിന്നെ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുകയോ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെയും അവർ അതിന് നിൽക്കാതെ അങ്ങ് തട്ടിയിട്ട് എടുത്തുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ആയ കാലത്ത് നമ്മൾ നല്ലവണ്ണം അധ്വാനിക്കുക, മക്കളെ നല്ലവണ്ണം വിദ്യാഭ്യാസവും വസ്ത്രവും ഭക്ഷണവും കൊടുക്കുക. കൂടുതൽ പൈസ ഒന്നും ബാങ്കിലോ സ്വത്തുക്കളോ ഒന്നും വാങ്ങിച്ചിടാതിരിക്കുന്നതാണ് നല്ലത്. വാങ്ങിച്ചിട്ടാലും സമ്പാദ്യം ഉണ്ടാക്കി വെച്ചാലും മക്കൾ പൈസ ആകുമ്പോഴത്തേക്ക് നമ്മൾ വൃദ്ധസദനത്തിലാക്കും. ഉണ്ടാക്കി വെച്ചില്ലെങ്കിലും നമ്മളെന്ത് ചെയ്യും? അടിച്ചു കളയും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ടാക്കി വൃദ്ധസദനത്തിനകത്ത് കൊണ്ടാക്കുകയും ചെയ്യും. പക്ഷെ പൈസ ഉണ്ടാക്കി വയ്ക്കാതിരുന്നുള്ളൊരു ഗുണം ജീവൻ തിരിച്ചു കിട്ടും.